കുമരകത്തിനടുത്ത് തിരുവാർപ്പിൽ ആമ്പൽപ്പാടങ്ങൾക്ക് പ്രസിദ്ധമായ മലരിക്കൽ എന്നൊരു പ്രദേശമുണ്ട്. മുന്നിൽ നടക്കുന്ന അജി എന്നയാൾ നിർമ്മിച്ച വീട് കാണാനായി ഇങ്ങോട്ടെത്തിയതാണ്. മീനച്ചിലാറിൻ്റെ കൈവഴിയായ ഈ ആറിൻ്റെ സൈഡിലാണ് വീടുള്ളത്. ട്രഡീഷണൽ വീടുകൾ ഇഷ്ടമാവുന്നവർക്ക്, അതുപോലെ ബജറ്റ് വീടുകളെ ഏറെ സ്നേഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ റോഡില്ലാതെ വീട് പണിയേണ്ടി വരുന്നവർക്കൊക്കെ ഒരു നല്ല ലെസണാണ് ഈ വീടും വീട്ടുകാരും. ആദ്യം വീട്ടുകാരെ പരിചയപ്പെടാം. എൻ്റെ പേര് അജി. ഇത് എൻ്റെ ഭാര്യ. ഇത് എൻ്റെ മോൻ അമൽ. ഞങ്ങൾ പുതിയതായിട്ട് വെച്ച വീടാണ്. പഴയ മോഡലാണ് സംഭവം ചെയ്തേക്കുന്നത്. വലിയ ഒത്തിരി കാശ് മുടക്കില്ലാത്ത ഒരു രീതിക്കാണ് ചെയ്തേക്കുന്നത്. എൻ്റെ പേര് അമൽ എന്നാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പുതിയതായി പണി കഴിപ്പിച്ച വീടാണിത്. ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഞാൻ ഈ വീട് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു തോടിൻ്റെയും അതുപോലെ ആമ്പൽപ്പാടത്തിൻ്റെയും നടുവിലുള്ള 11 സെൻറ്റ് ഭൂമിയിലാണ് വീടുള്ളത്. പ്രകൃതിയോട് ഇത്രമേൽ ഇണങ്ങി നിൽക്കുന്ന വീടുകൾ നമ്മുടെ നാട്ടിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി കിഴക്ക് ദർശനമായാണ് ഈ വീടുള്ളത്. മുറ്റത്തുള്ള പ്ലാവ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾക്കെല്ലാം ചുറ്റുതടം കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള വരാന്തയുടെ ഒരു പോർഷൻ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി മുഴുവൻ ഭാഗങ്ങളും ട്രസ് ചെയ്തിരിക്കുകയാണ്. 940 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ആകെ വിസ്തൃതി. അതിനായി ഇവർ ചെലവാക്കിയ തുക 14 ലക്ഷം രൂപയാണ്. വീട് വെക്കാൻ നോക്കുന്നവരുടെ പലരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ സൈറ്റിലേക്ക് റോഡില്ല എന്നുള്ളതാണ്. റോഡ് സൈഡിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ തലച്ചുമടായും അതുപോലെ വള്ളത്തിലുമൊക്കെയാണ് സൈറ്റിലേക്ക് എത്തിച്ചത്. ലോഡിങ് അൺലോഡിങ്ങിന് തന്നെയായി ഏകദേശം 1 ലക്ഷത്തോളം രൂപ ചിലവ് വന്നു. ഇത് ഒരു സെമി കോൺട്രാക്ട് വർക്കാണ്. ബിജിലി എന്നു പേരായ ഒരു കോൺട്രാക്ടറാണ് അമലിനും കുടുംബത്തിനും ഈ വീട് ഇவ்விதം നിർമ്മിച്ചു നൽകിയത്. കൃത്യം 6 മാസങ്ങൾ കൊണ്ട് വീടിൻ്റെ പണി പൂർത്തിയായി. ബംഗാളികളായ പണിക്കാരാണ് വീടിൻ്റെ സർവമാന ജോലികളും ചെയ്തു തീർത്തത്. ആകെ 25 ദിവസം കൊണ്ട് ലിൻഡിൽ പൊക്കം വരെ കെട്ടിത്തീർത്തു. ഇതിനൊക്കെയും ചുക്കാൻ പിടിച്ചത് സേതുൽ ഭയ്യ എന്ന പേരായ ഒരു ബംഗാളി ഹെഡ് മേശരിയാണ്. ഇത്ര മനോഹരമായും നല്ല ഒതുക്കത്തിലും ബംഗാളി സുഹൃത്തുക്കൾ വീട് പണിഞ്ഞു നൽകുമെന്ന് ഇത് ആദ്യത്തെ അറിവാണ്. 4-5 ചതുര തൂണുകളാണ് വീടിൻ്റെയും വരാന്തയുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി. സിമൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് തൂണുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇതുപോലെ ടൈലുകൾ ഒട്ടിച്ചിരിക്കുകയാണ്. വീടിൻ്റെ എലിവേഷനും അതുപോലെ വരാന്ത ഉൾപ്പെടുന്ന പ്രധാന ഭാഗങ്ങൾക്കെല്ലാം ഒരു കേരളീയ ശൈലിയുണ്ട്. നിലക്കടലയുടെ നിറമാണ് ഇവിടുത്തെ ക്ലാഡിംഗ് ടൈലുകൾക്കും അതുപോലെ നിലത്തൊട്ടിച്ചിരിക്കുന്ന വെട്രിഫൈഡ് ടൈലുകൾക്കുമെല്ലാം. മുന്നിലെ ചെറിയ മുറ്റം ആകമാനം കരിങ്കല്ലിൻ്റെ ചിപ്സുകൾ നിരത്തി ഭംഗിയാക്കിയിരിക്കുന്നു. എല്ലാ തൂണുകളുടെയും പകുതിയോളം ക്ലാഡിംഗ് ചെയ്ത് അലങ്കരിച്ചിട്ടുമുണ്ട്. വരാന്ത വഴി ഇങ്ങനെ വടക്കോട്ട് നടന്നാൽ ചെന്നെത്തുന്നത് ആളുകൾക്ക് ഇരുന്ന് ഇളവേൽക്കാനുള്ള ഒരു അരപ്ലേസിലേക്കാണ്. എൽ ഷേപ്പിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ടൈലൊട്ടിച്ച് വൃത്തിയാക്കിയിട്ടുമുണ്ട്. അമലിൻ്റെയും അച്ഛൻ്റെയും പ്ലാനിലാണ് വീടിൻ്റെ മുഴുവൻ പണികളും നടന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ വീടിൻ്റെ അസ്ഥിവാരത്തിൻ്റെ ഒരു 20% പുതിയ വീടിനായി ഉപയോഗിച്ചിട്ടുമുണ്ട്. വരാന്തയുടെ വടക്കേ അറ്റത്ത് ഒരു കർട്ടൻ നൽകി അലങ്കരിച്ചിരിക്കുന്നതും കാണാം. വടക്കേ മുറ്റത്തും അതുപോലെ കിണറിൻ്റെ ഭാഗങ്ങളിലുമെല്ലാം ബേബി മെറ്റൽ നിരത്തിയിരിക്കുകയാണ്. വീണ്ടും വീടിൻ്റെ മുൻമുറ്റത്തേക്ക് എത്തി ഇവിടുത്തെ ടൈലിൻ്റെ കാഴ്ചകളാണ്. സ്ക്വയർ ഫീറ്റിന് 82 രൂപ നിരക്കിലുള്ള കജാരിയയുടെ വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. വളരെ ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും മികച്ച ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ പ്രധാന എൻട്രിയിൽ ഒരു മുൻവാതിലും അതുപോലെ ഒരു ഇരട്ടപ്പാളി ജനലുമാണുള്ളത്. ഇങ്ങോട്ടെത്തുന്ന ആളുകൾക്ക് ഇരിക്കാനായി 2 കസേരകളും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. പ്രധാന വാതിലുൾപ്പെടെ സർവമാന തടിയുരുപ്പടികളും ആഞ്ഞിലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അകത്തെ കാഴ്ചകളിലേക്ക്. കോസി ലുക്കിൽ വെൽ ഫർണിഷ്ഡ് ആയ ഒരു സ്വീകരണ മുറിയാണ് ആദ്യം. അതിൻ്റെ ഒരു ഭാഗം സിറ്റിങ്ങിനായും മറ്റേ ഭാഗം ഡൈനിങ് ടേബിൾ ഇടാനുമായി ഉപയോഗിച്ചിരിക്കുന്നു. പൂർണ്ണമായും പുട്ടി ചെയ്ത് വളരെ ലൈറ്റ് കളർ ചെയ്ത ചുവരുകളാണ്. വീടിൻ്റെ ജനൽപ്പൊക്കം വരെ ഹോളോ ബ്രിക്സും അതുപോലെ അതിന് മുകളിലോട്ട് വെയിറ്റ് കുറഞ്ഞ ഫ്ലൈ ആഷ് കട്ടകളും കൊണ്ടാണ് ചുവര് നിർമ്മിച്ചിരിക്കുന്നത്. 10,000 രൂപ ചിലവിൽ നിഖിൽദാസ് എന്ന ആർട്ടിസ്റ്റ് ചെയ്ത TV യൂണിറ്റാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പഴയ വീട്ടിലുണ്ടായിരുന്ന ഒരു റൗണ്ടഡ് ഡൈനിങ് ടേബിളും ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കളർ തീമാണ് ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷത. ചുവരുകളുടെ നിറത്തിന് യോജിക്കുന്ന അതേ നിറമാണ് ടൈലുകൾക്കും. സ്ക്വയർ ഫീറ്റിന് 35 രൂപയാണ് ഇതിന് വില. വീടിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം മേൽക്കൂര ഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഡ്രസ്സിങ്ങിന് താഴെ ഇതുപോലെ ജിപ്സം സീലിംഗ് നടത്തിയിരിക്കുന്നു. ആകെ 62,000 രൂപയാണ് ഇവിടുത്തെ മുഴുവൻ ജിപ്സം സീലിങ്ങിനായി ചിലവായ തുക. മേൽക്കൂര ഡ്രസ് ചെയ്ത് ഓടിട്ടതിന് ആകെ ചിലവായ തുക 1,50,000 രൂപയാണ്. വീട്ടിലെ മിക്കവാറും എല്ലാ ജനലുകളും ബ്ലൈൻഡ് കർട്ടൻ ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട്. 10,000 രൂപയാണ് ഇതിന് ചിലവായ തുക. നെബു എന്ന പേരായ ഒരു ബ്ലൈൻഡ് കർട്ടൻ എക്സ്പെർട്ടാണ് ഈ ഭാഗമെല്ലാം ഇത്ര വൃത്തിയായി ചെയ്തു തീർത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഭംഗിക്ക് എല്ലാം കൊണ്ടും ഇണങ്ങുന്ന തരത്തിലുള്ള ചെറിയ ഒരു TV യൂണിറ്റാണ് ഇവിടെയുള്ളത്.
വീടിൻ്റെ അകത്താകമാനം വല്ലാത്ത ഒരു തണുപ്പാണ്. അതിന് പ്രധാന കാരണം വയലും തോടും അതുപോലെ മുകളിലത്തെ ഓടും സീലിങ്ങും ഒക്കെയാണ്. 940 സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിൻ്റെ മോന്തായത്തിന് ഓട് പാകാൻ 28 രൂപ നിരക്കിൽ 2500 ഓടുകളാണ് വേണ്ടി വന്നത്. അക്കോമഡേഷനായി വിശാലവും ഗംഭീരവുമായ 2 ബെഡ്റൂമുകളാണ് വീട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതിൻ്റെ കാഴ്ചകളിലേക്ക്. ഇത് അമലിൻ്റെ ബെഡ് സ്പേസ് ആണ്. 120 സ്ക്വയർ ഫീറ്റോളം സുമാർ വിസ്തൃതിയുണ്ട് ഇതിന്. ഒരു ബെഡും അതിവിശാലമായ ഒരു സ്റ്റഡി ടേബിളുമാണ് പ്രധാനപ്പെട്ട ഫർണിച്ചറുകൾ. ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കട്ടിൽ അതുപോലെ ഈ സ്റ്റഡി ടേബിൾ എല്ലാം പഴയതാണ്. അതെല്ലാം ഒന്ന് പോളിഷ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ബെഡ് സ്പേസിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഇലൂമിനേഷനാണ്. സതീഷ് മാണിക്കുന്നം എന്ന ആളാണ് ഇവിടുത്തെ പ്രധാന ഇലക്ട്രീഷ്യൻ. നല്ല ഒതുക്കമുള്ള ജിപ്സം വർക്കും ജാലകങ്ങളുടെ പ്രസൻസും അതുപോലെ ഇവിടെ അടിച്ചിരിക്കുന്ന നിറവും എല്ലാം ചേർന്ന് വളരെ നല്ല ഒരു ആംബിയൻസ് ആണ് ഈ ബെഡ്റൂമിൽ. കോട്ടയത്തെ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ക്യാഷ്യറാണ് അമൽ. ഇനിയും നിരവധി പരീക്ഷകളുടെ പ്രിപ്പറേഷനിലാണ് അദ്ദേഹം. അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് 25ാമത്തെ വയസ്സിൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞത് വളരെ വലിയ നേട്ടമായി പടിഞ്ഞാറ്റിനെ വിലയിരുത്തുന്നു. ഈ വീഡിയോ കാണുന്ന പലർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ മുറിയുടെ പടിഞ്ഞാറെ തലക്കിലായി ഒരു ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കാഴ്ചകൾ. ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും മികച്ച പ്രൊഡക്റ്റുകളാണ് എവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടോയ്ലറ്റിൽ കാണാറാവുക ജോൺസൺ എന്നു പേരായ കമ്പനിയുടെ ഫിറ്റിങ്സുകളാണ്. രാത്രിയായാൽ അമലിൻ്റെ മുറിക്ക് ഇങ്ങനെയൊരു നിറഭേദവും കാണാം. നല്ല നീല വെളിച്ചം അറേഞ്ച് ചെയ്തിരിക്കുന്നു. വളരെ ചിലവ് കുറഞ്ഞ ഇത്തരം ടെക്നിക്കുകളാണ് നമ്മുടെ വീടിനെ പലപ്പോഴും ഇത്രമേൽ ഭംഗിയാക്കുന്നത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകൾ. സ്വീകരണ മുറിയുടെ പുറകിലായി, അതായത് TV യൂണിറ്റിൻ്റെ പിന്നിലായാണ് രണ്ടാമത്തെ ബെഡ്റൂം. പഴയ വീട്ടിലെ മെയിൻ ഡോറാണ് ഈ റൂമിന് വാതിലായി ഉള്ളത്. നേരത്തെ കണ്ട മുറിയുടെ അതേ രൂപത്തിൽ നീളത്തിലുള്ള ഒരു മുറിയാണിത്. അമിതമായ ഫർണിച്ചറുകൾ കുത്തി നിറക്കാതെ ഒരു ബെഡും അലമാരിയും മാത്രം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. നല്ല ക്രോസ് വെന്റിലേഷനായി 2 ജനലുകളും അതിന് ബ്ലൈൻഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നടന്ന് അടുക്കളയുടെ കാഴ്ചകളിലേക്ക്. പടിഞ്ഞാറ്റിന് റിവ്യൂ ചെയ്ത വീടുകളിൽ ഏറ്റവും മികച്ച വീടുകളിൽ ഒന്നാണ് ഇത്. 5-6 ആളുകൾക്ക് സുഖമായി കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. ഹാളിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗരിമയ്ക്ക് പറ്റിയ ഒരു കിച്ചൺ സ്പേസാണിത്. കിച്ചൺ എൻട്രിയുടെ തൊട്ട് വലതുവശത്തായി ഇവിടെ ഒരു വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ലിഫോൺ എന്ന പേരായ 1800 രൂപ വിലയുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റോറേജും കാണാം. നല്ല പ്രീമിയം ലുക്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ്. L എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് കൗണ്ടർ ടോപ്പ് ഉള്ളത്. പഴയ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പൊളിച്ചെടുത്ത കുറച്ച് കബോർഡിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കിഴക്കോട്ട് നോക്കി നിന്ന് കുക്ക് ചെയ്യാൻ പാകത്തിനാണ് അടുക്കളയുടെ അറേഞ്ച്മെൻറ്റ്സ്. മുകളിലും താഴെയുമായി സാമാന്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് പിന്നടിച്ച് സ്ലാബ് ഇടാതെ നിർമ്മാണ സമയത്ത് തന്നെ വാർത്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് ഫുൾ ബോഡി കിച്ചൺ ടൈലുകളും പാകിയിട്ടുണ്ട്. നല്ല പകൽ വെളിച്ചത്തിനായി 2 സൈഡിലും ഓരോ ജോഡി ജനലുകളും കാണാം. ഈ കിച്ചൺ സ്പേസിൻ്റെ വലതുവശം, അതായത് വടക്ക് വശത്തായി പുറത്തേക്ക് ഒരു എൻട്രി നൽകിയിരിക്കുന്നു. അതിനപ്പുറം ഇവിടുത്തെ വർക്ക് ഏരിയയാണ്. നാട്ടിൻപുറങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്ന നല്ല റിയാലിറ്റിയുള്ള ഒരു വർക്കിംഗ് കിച്ചൺ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഈ ചെറിയ സ്പേസിൽ ഒരുക്കിയിട്ടുണ്ട്. വിറകടുപ്പ് ഉപയോഗിച്ച് പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു അടുപ്പ് പാചകവും ഒരു സിങ്കും ഒക്കെയുണ്ട് ഇവിടെ. വടക്കുവശത്തെ വയലിലെ കാറ്റും അതുപോലെ വെളിച്ചവും ഒക്കെ കിട്ടുന്നതിനായി ഒരു ഗ്രിൽ വർക്കും ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. 15,000 രൂപയാണ് ഈ ഗ്രിൽ വർക്കിന് മാത്രമായി ചിലവായ തുക. വർക്കിംഗ് കിച്ചൻ്റെ ഗ്രില്ല് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ഇങ്ങനെയാണ് കാഴ്ച. ഇവിടെ ഒരു അരകല്ല്, അതുപോലെ നേരത്തെ കണ്ട കിണർ എന്നിവയെല്ലാം കാണാം. കൂടാതെ ഈ ഭാഗത്ത് ഒരു കോമൺ ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നാണ് പുതിയ ഇത്തരം മികച്ച വീടുകൾ ഉണ്ടാകുന്നത്. ഞാൻ അമ്മൻ്റെ അമ്മയാണ്. ഞങ്ങളുടെ വീട് ഒരു ഹാളും സിറ്റ് ഔട്ടും 2 റൂമും അടുക്കളയും കയറിയും ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. വീഡിയോ അവസാനിക്കുന്നു. കൈലാസം എന്ന വീടിനും ഈ വീട്ടുകാർക്കും എല്ലാവിധ നന്മയും സമാധാനവും നേരുന്നു.